വയനാട് DCC ജനറൽ സെക്രട്ടറി PM സുധാകരൻ BJPയിൽ ചേർന്നു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയലിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. അവഗണന കാരണമാണ് പാർട്ടി വിടുന്നത് എന്നും ജില്ലാ നേതാക്കൾക്ക് പോലും രാഹുൽ ഗാന്ധി അപ്രാപ്യനാണെന്നും PA സുധാകരൻ പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ജില്ലാ DCC ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാര്, മറ്റ് ജനപ്രതിനിധികൾക്കൊക്കെ അപ്രാപ്യനായ ഒരു നേതാവായിട്ട് തോന്നാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പലപ്പോഴും വരുമ്പോൾ പുറത്ത് വെയിലത്ത് നിന്ന് കൈ കൊടുക്കാൻ വേണ്ടി മാത്രം മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ജില്ലാ ഭാരവാഹികൾക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായി പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയത്തിലൊരു ഗതികേടാണ്. ഒരിക്കലും തുറന്ന് സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ വലിയ പരാതി. എന്നെപ്പോലെ തന്നെ ഒട്ടേറെ പ്രവർത്തകർക്ക്, പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവസരം കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ ജനപ്രതി എന്ന നിലയിൽ വേദനാജനകമാണ്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സാധാരണക്കാരനുമായിട്ട് സംവദിക്കാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല എന്നുള്ള 5 വർഷത്തെ ഒരു പോരായ്മയായി തന്നെ ഞാൻ കാണുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, രാഹുലിന്റെ മണ്ഡലമാണ്, എന്നിട്ടും സുധാകരന്റെ ഈ BJPയിലേക്കുള്ള പോക്ക് തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പോലും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തിയപ്പോൾ പരിപാടിയിലെല്ലാം തന്നെ പങ്കെടുത്ത ആളാണ്. മിനിഞ്ഞാന്ന് വരെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനായി നേതാവായി ആളാണ്. DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. പൂതാടി പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. അങ്ങനെയുള്ള നേതാവാണ് ഈ PM സുധാകരൻ. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടിരിക്കുന്നത്. ഈ പാർട്ടി നിലപാടിൽ പല വിയോജിപ്പുകളുമുണ്ട്. അതിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, ഈ പടിയിറങ്ങുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധി നിശ്ചിതമായി വിമർശിച്ചാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്, അതായത് BJPയിൽ ചേക്കേറുന്നത്. ജില്ലാ നേതാക്കൾക്ക് പോലും രാഹുൽ ഗാന്ധി അപ്രാപ്യൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഒന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും പ്രാദേശിക നേതാക്കൾക്കൊന്നും കഴിയുന്നില്ല. 5 കൊല്ലത്തിലെ വയനാട്ടിനായി ഒരു തരത്തിലുള്ള സിഗ്നേച്ചർ പദ്ധതിയും അദ്ദേഹം നടപ്പാക്കിയിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ നീളുന്ന ചില വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. K. സുരേന്ദ്രന് വേണ്ടി മണ്ഡലത്തിൽ പ്രവർത്തിക്കും എന്നുള്ള പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രവർത്തകർ പാർട്ടിയിലേക്ക് ഇതിലേക്ക് പിന്നാലെ എത്തും, BJPയിലേക്ക് എത്തുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. BJPയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രശാന്ത് മലവയൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. NDAയുടെ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് അദ്ദേഹത്തിന് അംഗത്വം നൽകുന്ന നടപടിയിലേക്ക് BJP എത്തിയിട്ടുള്ളത്. എന്തായാലും ഇനി വരുന്ന ഘട്ടത്തിൽ K. സുരേന്ദ്രന് വേണ്ടി പ്രചാരണം നടത്തുന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം ഈ രാഹുൽ ഗാന്ധിയോടുള്ള വിയോജിപ്പ്, ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്നുള്ള അവഗണന, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് സുധാകരൻ പറയുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.